VS യാത്രാമൊഴിയേകി ആലപ്പുഴ. പുന്നപ്രയിലെ വേലിക്കകത്ത് വീട്ടിൽ നിന്ന് VSന്റെ മൃതദേഹം CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിച്ചു. അവസാനമായി പ്രിയപ്പെട്ട നേതാവിനെ കാണാൻ ജനസാഗരം ഒഴുകിയെത്തിയതോടെ മുൻകൂട്ടി നിശ്ചയിച്ചതിലും ഏറെ വൈകിയാണ് വീട്ടിലെ പൊതുദർശനം പൂർത്തിയാക്കിയത്. പാർട്ടി ഓഫീസിലെയും ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ടിലെയും പൊതുദർശനം പൂർത്തിയാക്കി വലിയ ചുടുകാട്ടിൽ അന്ത്യവിശ്രമം. CMRL എക്സാലോജിക് ഇടപാടിൽ CBI ED അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ T വീണ ഉൾപ്പെടെയുള്ളവർക്ക് ഹൈക്കോടതി നോട്ടീസ്. BJP നേതാവ് ഷോൺ ജോർജിന്റെ ഹർജിയിലാണ് ഹൈക്കോടതി നടപടി. കമ്പനി നിയമപ്രകാരം മാത്രമാണ് SFIO അന്വേഷണം നടത്തിയതെന്നും കള്ളപ്പണ നിരോധന നിയമപ്രകാരം കേസെടുത്ത് അന്വേഷിക്കാൻ CBI ED ഉൾപ്പെടെയുള്ള ഏജൻസികൾക്ക് നിർദ്ദേശം നൽകണമെന്നുമാണ് ഹർജിയിലെ ആവശ്യം. BJPയുടെ വിവിധ പോഷക സംഘടനകൾക്ക് ഇനി പുതിയ നേതൃത്വം. യുവമോർച്ച സംസ്ഥാന അധ്യക്ഷനായി തിരുവനന്തപുരം സ്വദേശി V മനു പ്രസാദിനെയും മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയായി കോഴിക്കോട് സ്വദേശി നവ്യ ഹരിദാസിനെയും തെരഞ്ഞെടുത്തു. 2 തവണയായി കോഴിക്കോട് കോർപ്പറേഷൻ കൌൺസിൽ അംഗമാണ് നവ്യ. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറാണ് പുതിയ നേതൃത്വത്തെ പ്രഖ്യാപിച്ചത്. ഷാർജയിൽ മകൾക്കൊപ്പം മരിച്ച നിലയിൽ കണ്ടെത്തിയ വിപഞ്ചികയുടെ ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയായി. ശരീരത്തിൽ ചതവുകളും അടിയേറ്റ പാടുകളും ഉള്ളതായി അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. വിപഞ്ചികയുടെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി. വിദേശത്തുള്ള ഭർത്താവ് നിതീഷിനായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കും. ഇന്നലെ രാത്രി 11:30 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി 1 മണിയോടെയാണ് മോർച്ചറിയിൽ എത്തിച്ചത്. കേരളപുരത്തെ വീട്ടിലെത്തിച്ച് 5 മണിയോടെ സംസ്കാരം നടന്നു. നഴ്സ് അമീന മരിച്ച സംഭവത്തിൽ കുറ്റിപ്പുറം അമാന ആശുപത്രി മുൻ മാനേജർ N അബ്ദുൾ റഹ്മാനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കസ്റ്റഡിയിലായ അബ്ദുറഹ്മാനെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തതിനു ശേഷമാണ് അറസ്റ്റ് ചെയ്തത്. ഇന്നലെ വൈകിട്ടോടെയാണ് അബ്ദുറഹ്മാനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അഹമ്മദാബാദ് വിമാന അപകടത്തിൽ ലഭിച്ചത് മറ്റൊരാളുടെ മൃതദേഹമെന്ന ബ്രിട്ടീഷ് പൗരന്റെ കുടുംബം. ബ്രിട്ടനിലേക്ക് അയക്കുന്നതിന് മുൻപ് മൃതദേഹം തിരിച്ചറിയുന്നതിൽ പിഴവുണ്ടായെന്നും ആരോപണം. മൃതദേഹം മാറിയതോടെ ശവസംസ്കാര ചടങ്ങുകൾ ഉപേക്ഷിക്കേണ്ടി വന്നുവെന്നും ബ്രിട്ടീഷ് പൗരന്റെ കുടുംബം അറിയിച്ചു. അനാസ്ഥയിൽ ഇന്ത്യയിലും ബ്രിട്ടനിലും അന്വേഷണം നടക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതായി ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ജഗദീപ് ധൻഖറിന്റെ അപ്രതീക്ഷിത രാജിയെ തുടർന്നാണ് പുതിയ ഉപരാഷ്ട്രപതിക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് സംജാതമായത്. പാർലമെന്റിന്റെ ഇരുസഭകളിലെയും അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇലക്ടറൽ കോളേജ് രൂപവൽക്കരിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായും തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ സുഗമമായ നടത്തിപ്പിന് റിട്ടേണിംഗ് ഓഫീസർമാരെ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണെന്നും കമ്മീഷൻ കൂട്ടിച്ചേർത്തു. ബീഹാർ വോട്ടർ പട്ടിക പുനഃപരിശോധന പ്രക്രിയയുടെ ഭാഗമായി 52 ലക്ഷം പേരുടെ പേരുകൾ നീക്കം ചെയ്തതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മരിച്ച 18 ലക്ഷം വോട്ടർമാർ, മറ്റ് നിയോജക മണ്ഡലങ്ങളിലേക്ക് താമസം മാറി 26 ലക്ഷം പേർ, ഒന്നിലധികം സ്ഥലങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 7 ലക്ഷം പേർ എന്നിവരാണ് നീക്കം ചെയ്യപ്പെട്ടവരിൽ ഉൾപ്പെടുന്നതെന്ന് കമ്മീഷൻ അറിയിച്ചു. ദ്വിദിന സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിട്ടനിലേക്ക്. ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാറിൽ പ്രധാനമന്ത്രി ഒപ്പുവയ്ക്കും. സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ പ്രതിയായ വ്യവസായി വിജയ് മല്യ ഇന്ത്യക്ക് കൈമാറണമെന്നും ആവശ്യപ്പെട്ടേക്കും. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറിന്റെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UK സന്ദർശനം.